ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ UAE 49th നാഷണൽ ഡേ ആയിരുന്നു. അപ്പോൾ ഒരു 5-6 ദിവസം ഇവിടെ ഹോളിഡേ ആയിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിച്ച് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അതായിരുന്നു പണി. ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അബുദാബിയിലൊരു ലേക്ക് ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് ഇത് വലിയ സംഭവമൊന്നായി തോന്നില്ല, നല്ല പുഴയും തോടും ഒക്കെ കണ്ട് വളർന്നതുകൊണ്ട്. പക്ഷേ ഇതിവിടെ മരുഭൂമിക്ക് നടുക്കായിട്ട്, എന്താ പറയുക, മരുഭൂമിയിലെ നീലത്തടാകം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു തടാകമാണ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് മരുഭൂമിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഡ്രൈവ് ചെയ്ത് വരണം. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ലേക്ക് നിൽക്കുന്നത്. അവിടെ എത്തിയപ്പം ഭയങ്കര തിരക്കാണ്. ആ ഒരു ലേക്കിൻ്റെ സൈഡ് ഒരു സ്പേസും ഇല്ല. എല്ലാവരും നേരത്തെ തന്നെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ലേക്കിൻ്റെ സൈഡിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡെസേർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്ന് അധികം ആളില്ലാത്ത സ്ഥലം നോക്കി അവിടെ ഇരുന്നു. ഫുഡൊക്കെ നമ്മൾ വരുമ്പം തന്നെ ഒരു വലിയ ചെമ്പിൽ ബിരിയാണിയൊക്കെ വെച്ച് വന്നു. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലേക്ക് വേണം ഫുഡ് കഴിക്കാൻ, റെസ്റ്റോറൻറ്റ് തപ്പി നടക്കണം. അപ്പോൾ അതിന് ഒരുപാട് സമയം പോവും. പാർക്കിങ്, പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടുന്ന സമയം ഒക്കെ ഒരു 4-5 മണിക്കൂർ അവിടെ തന്നെ പോവും. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഒരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അതുതന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സുഖം. വേറെ കാണാനെന്ന് പറഞ്ഞാൽ ആ ലേക്ക് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഫുൾ ഡെസേർട്ടാണ്. പിന്നെ മക്കൾ അവരൊരുപാട് നേരം ഇരുന്ന് കളിച്ചു, മണ്ണിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരും അവരുടെ സൈഡിൽ ഹാപ്പി ആയിരുന്നു. നമ്മളിരുന്ന് സംസാരമൊക്കെ ആയിട്ട് അതൊരു സൈഡിലും നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അബുദാബി ഉള്ളവരാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഫുൾ സെറ്റായിട്ടാണ് വന്നത്. രാവിലെ തൊട്ടേ വന്നിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ലഞ്ചും ചായയും ഇനി ബാർബിക്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്.
നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അധികം കാര്യങ്ങളൊന്നുമില്ല. ചോറ്, സ്നാക്സ്, പിന്നെ ചായക്കുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഈ ലേക്കിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്നിരുന്നു. ഇങ്ങനെ കുറച്ച് പേര് കൂടെ ഉണ്ടെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്, സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. സമയം പോകുന്നത് അറിയേ ചെയ്യില്ല. ആറര 7 മണിയൊക്കെ ആകുമ്പം അവിടുന്ന് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അവിടെ ക്ലോസ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു സമയം വരെ ഒന്നും നിന്നിട്ടില്ല. നമ്മൾ വേഗം തന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്ടായിരിച്ചിട്ട് വേഗം തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് തിരിച്ച് പോരുന്ന സമയത്ത് അബുദാബി സിറ്റിയിലേക്കൊന്ന് ഇറങ്ങി. നാഷണൽ ഡേ ഒക്കെ അല്ലേ, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു അവിടെയൊക്കെ. എവിടെയും കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ഒരുപാട് ആൾക്കാർ. അപ്പോൾ പിന്നെ എവിടെയും കയറാനൊന്നും പോയില്ല, വേഗം തിരിച്ചു പോന്നു.
ഹോളിഡേ അങ്ങ് ആയാൽ പിന്നെ റോഡ് മൊത്തം ബ്ലോക്കാണ്. എല്ലാവരും എവിടേക്കെങ്കിലും പോവാമെന്ന് വിചാരിച്ചിറങ്ങും. അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.